ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അങ്ങനെ നിന്ന് കത്തുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച 5 വൈൽഡ് കാർഡ് എൻട്രീസും കയറി കഴിഞ്ഞിരിക്കുന്നു. എത്തിയിരിക്കുന്ന ഇവരാണ് നമ്മുടെ മസ്താനി, ജിഷിൻ, വേദലക്ഷ്മി, പ്രവീൺ, അതുപോലെ സാബു മാൻ. ഈ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ 5 പേരാണ് വൈൽഡ് കാർഡായിട്ട് എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ വന്ന് കയറുമ്പോഴത്തേക്ക് നമ്മുടെ മസ്താനി രേണു സുധിയെ പൊളിച്ചടുക്കി വിടുന്നുണ്ട്. രേണു സുധിയിലൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ചേച്ചി 72 ക്യാമറ ഉണ്ടായിട്ട് ഇതിലൊന്നും പെടാതെ എങ്ങനെ ഇത്ര ബ്രില്യന്റ് ആയിട്ട് ഇവിടെ ഒളിച്ച് നടക്കാൻ പറ്റുന്നു? അത് അപ്പോഴത്തേക്ക് രേണു സുധി പറയുന്നത് അതെന്റെ കഴിവാണ് കൊച്ചേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് മസ്താനി പറഞ്ഞ അത് കഴിവൊന്നും അല്ല ചേച്ചി, കഴിവ് കേടാണ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ ഒരു അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. വന്ന് കയറിയ എല്ലാവരും ഒന്നിലൊന്നും ഇടുക്കികളാണ്. അതായത് ലക്ഷ്മി ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. ജിഷിൻ വേറെ ചുമ്മാ തീയാണ്, ജിഷിൻ ഫയറാണ്. ബാക്കിയുള്ള രണ്ടുപേരെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുകയും വേണം. ഓക്കെ, അങ്ങനെ ബിഗ് ബോസ് എല്ലാവരെയും നമ്മുടെ ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം പറയാണ്, നിങ്ങൾക്കായി 5 പുതിയ മത്സരാർത്ഥികൾ എത്തുന്നു. എല്ലാവരും ഞെട്ടിത്തരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഓരോരുത്തരെ വിളിക്കാനായിട്ട് ഓരോരുത്തരെയാണ് ഞാൻ ക്ഷണിക്കുക. ഓരോരുത്തരായി വെളിയിൽ വന്ന് നിൽക്കണം. അതിനുശേഷം അവരെ കൊണ്ടുവന്ന് ഫുൾ വീട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഹൗസ് മേറ്റ്സിനെ പരിചയപ്പെടുത്താൻ. അങ്ങനെ അതായത് സംഭവം ഈ വരുന്നവർക്ക് പേഴ്സണലി പരിചയമുള്ളവര് ഉണ്ട്, അവരെയാണ് ബിഗ് ബോസ് വിളിച്ചേക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഷാനവാസിനെയാണ് വിളിക്കുന്നത്. ഷാനവാസ് വെളിയിൽ ഇറങ്ങി നിൽക്കുന്നു. എത്തുന്നത് നമ്മുടെ ജിഷിനാണ്. ഷാനവാസും ജിഷിനും തമ്മിൽ സീരിയലിൽ നല്ല ബന്ധമുണ്ട്. അവർ ഒരുമിച്ച് സീരിയൽ ചെയ്തിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ സെയിം ഇൻഡസ്ട്രിയാണ്. സോ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ട മനസ്സിലാവുന്നു. വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഷാനവാസുമായിട്ട് പോകുന്നു. അവരുമായിട്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഷാനവാസിന്റെ അത് കണക്ക് തന്നെ അനുവിനെയും കെട്ടിപ്പിടിക്കുന്നു. സോ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഹൗസ് മേറ്റ്സിനെ നല്ല രീതിയിലാണ് നമ്മുടെ ജിഷൻ വെൽക്കം ചെയ്തത്. ഐ മീൻ അവരോട് സംസാരിച്ചതും എല്ലാവരെയും നല്ല രീതിയിലാണ് ഇത് ചെയ്തത്. അനീഷിട്ട് മാത്രമാണ് ഒരു പണി കൊടുത്തത്. അതായത് അനീഷ് വയ്ക്കുന്ന ആരാ നമ്മുടെ അനുമോട് വന്നു കയറിയപ്പോഴത്തേക്ക് ചോദിച്ച ഓർമ്മയില്ലേ ആരാ, അതേ ചോദ്യം. അപ്പോഴത്തേക്ക് ഉടനെ ജിഷൻ പറയുന്നു, മോനെ കൂടുതൽ നിന്റെ നമ്പർ ഒന്നും ഇറക്കണ്ട, ഞാൻ വരുമെന്ന് നിനക്ക് നേരത്തെ അറിയാവുന്നതാണ്, നീ പ്രഡിഷൻ ലിസ്റ്റിൽ എന്നെ കണ്ടിട്ടുള്ളതാണ്, കൂടുതൽ നമ്പർ ഒന്നും ഇറക്കണ്ട. അനീഷ് ചെറുതായിട്ടൊന്ന് ചമ്മുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മസ്താനിയാണ് എൻ്റർ ചെയ്യുന്നത്. മസ്താനി വിളിക്കാനായിട്ട് റെന ഫാത്തിമയാണ് ഇറങ്ങുന്നത്. സോ മസ്താനി വന്ന് കയറുന്നു, ഫുൾ വീടെല്ലാം ചുറ്റിക്കാടുന്നു. എന്തൊക്കെയാണുള്ളത് പറയാം. ഓക്കെ, അതിനുശേഷം അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ പ്രവീൺ ആണ്. ഇത്തിരി പുള്ളിക്കാരൻ, അതായത് ട്രാവൽ മല്ലു, അങ്ങനെ സോറി ക്ഷമിക്കണം, എന്തോ ഒരു മല്ലു വ്ലോഗിങ്ങോ അങ്ങനെ എന്തോ സംഭവം ചെയ്യുന്നതാണ്, വ്ലോഗറാണ്. ഓക്കെ, പക്ഷെ പുള്ളിക്കാരൻ്റെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നി ഭയങ്കര ജാടയാണ്. ഭയങ്കര ജാടയിട്ട് ഭയങ്കര ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയാണ് കയറി വന്നപ്പോൾ തുടങ്ങി. എനിക്ക് അത്ര പോസിറ്റീവായിട്ട് തോന്നിയില്ല. അത് കയറി വന്നപ്പോൾ തന്നെ ഇയാള് കയറി വന്ന ഉടനെ ഹായ് ഗായ്സ് എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട് ആ ഹായിൽ പോയി ആ ഹായിൽ പോയി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. സോ അത് ഏകദേശം എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എത്തുന്നത് നമ്മുടെ സാബു മാൻ ആണ്. സാബു മാൻ കുറച്ച് നല്ല സാബുമാനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആര്യനാണ്. സാബുമോനും ആര്യനും തമ്മിൽ നേരത്തെ അറിയാൻ തോന്നുന്നു. സോ സാബുവിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആര്യനാണ് വരുന്നത്. സോ സാബുമോനും കുറച്ച് ഓക്കെയാണ്. കുറച്ച് ആള് നല്ല യങ് വൈബ്രന്റ് ആണ്, ചില്ലായിട്ടാണ് തോന്നിയത്. എല്ലാം വീടുകളെല്ലാം കണ്ടു. വലുതായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇതിൽ പ്രശ്നം ഉണ്ടാക്കിയത് ആദ്യമേ തന്നെ ഇനി വരാൻ പോകുന്ന ആളാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതും ഈ സീസണിൽ ഇനി അങ്ങോട്ട് എല്ലായിടത്തിനും പൊളിച്ചെടുക്കാൻ പോകുന്നതും ഈ 5ാമതായിട്ട് വരുന്ന ആളാണ് വേദലക്ഷ്മി. അതായത് ലക്ഷ്മി എന്ന് വിളിക്കാം. സോ ലക്ഷ്മി വന്ന് കയറി ആദ്യമേ തന്നെ എന്ന് പറഞ്ഞ് ഫുൾ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലായില്ല. സോ ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. ഒരു മലയാളം പോലും പറഞ്ഞില്ല. ഇൻവൈറ്റ് ചെയ്യാനെത്തിയിട്ട് നെവിനെ ഒട്ടും ലക്ഷ്മിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. അടുത്ത കൊടുത്ത ടാസ്കിൽ നെവിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. സോ ലക്ഷ്മി കയറി എല്ലാം ഇത് ചെയ്തു. അതിനുശേഷം 5 പേരെയും ഒരുമിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഈ ടാസ്ക് ആണ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ടാസ്കിൽ അതായത് ഇവരും ഓരോരുത്തരും വന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. ഇവരുടെ അതായത് നമ്മുടെ കണ്ടസ്റ്റൻസിനെ പൊളിച്ചെടുക്കാനുള്ള ഒരു ടാസ്ക് ആണ്. അതായത് 1ാമത്തെ പേര് സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും മികച്ചതായിട്ട് ഏറ്റവും കൂടുതൽ ഗ്യാങ് കൾച്ചർ കൊണ്ടുവരുന്നതും അവിടെ ഈ ഗ്യാങ്ങിന് മെയിൻ ആയിട്ട് ഗ്യാങ് ഉണ്ടാക്കി അതിലിങ്ങനെ രാജാവായിട്ടിരിക്കുന്നത് ആരാണെന്നാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. രണ്ടാമത്തുള്ളത് ഈ ഗ്യാങ് ഉണ്ടായിട്ടും ഗ്യാങ്ങിൽ പെട്ടിട്ടും ഇതൊന്നും കണ്ടില്ല എന്നുള്ള നടിച്ച് അവരെ കൂടെ നടക്കുന്നത് ആരാണ്? മൂന്നാമത്തത് ഒരു ഗുണമില്ലാതെ ബോറിംഗ് ആയിട്ട് നടക്കുന്ന കണ്ടസ്റ്റന്റ് ആരാണ്? ഈ 3 കാറ്റഗറിയിൽ ഇവർ ഓരോരുത്തരും വന്ന് സെലക്ട് ചെയ്യണം. ആദ്യം വരുന്നത് നമ്മുടെ വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മി വന്നിട്ട് ഫസ്റ്റ് തന്നെ അക്ബറിനെ പൊളിച്ചടി ഇവിടെയുടെ അക്ബറാണ് ഇവിടെ ഫുൾ മെയിൻലി നമ്മുടെ ഗ്രൂപ്പിസത്തിന് കാരണക്കാരൻ വന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ഫുൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാം അക്ബർ ആണെന്ന് പറയുന്നു. അതിനുശേഷം ഡിപ്ലോമാറ്റിക് ആയിട്ട്, അതായത് ഈ ഗ്യാങ്ങിൽ ഉണ്ട് താനും എന്നാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള, അതായത് കണ്ടിട്ട് ഈ ഗ്യാങ് ഉണ്ട്, ഗ്യാങ് കൊണ്ടിട്ട് അവർക്കെതിരെ ഒന്നും ആക്ഷൻ ഒന്നും എടുക്കാതെ അല്ലെങ്കിൽ അവരെ കൂടെ തന്നെ നൈസായിട്ട് നടക്കാന്ന് പറയത്തില്ലേ, അങ്ങനെ എടുത്തത് ബിന്നിയാണ് എടുത്തിരിക്കുന്നത്. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ്, എല്ലാം ഒരു ഇഗ്നോറിംഗ് മൈൻഡ് ആയിട്ട് നടക്കുന്നതാണെന്ന് ബിന്നി പറയുന്നു. മൂന്നാമതായിട്ട് ഒരു ഗുണവും ഇല്ല, ഈ ഷോ കൊണ്ട് പ്രത്യേകിച്ച് ഗുണവും ഇല്ല, ഒരു പ്രത്യേകിച്ച് അവിടെ ആരും അറിയത്തില്ലെന്ന് പറഞ്ഞ് നടക്കുന്നത് ശൈത്യയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ബ്രില്യന്റ് ആയിട്ടാണ് 3 സെലക്ഷൻ നടത്തിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഇനി ഈ പേരുകൾ അടുത്ത ആൾക്ക് വരുന്ന ആൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മുടെ മസ്താനിയാണ് വരുന്നത്. മസ്താനി വന്നിട്ട് ആദ്യം തന്നെ ഗ്രൂപ്പായിട്ട് കളിക്കുന്ന, അതായത് ഗ്രൂപ്പിൽ എല്ലാം ഫോം ചെയ്ത് അതുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്നതായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ അപ്പാരി ശരത്തിനെ. ബ്രില്യന്റ് സെലക്ഷൻ. അത് കഴിഞ്ഞതിന് ശേഷം അതായത് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടും ഇവരുടെ ഗ്രൂപ്പിനെ പറ്റി ഒന്നും പറയാതെ അവരുടെ കൂടെ ചേർന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടികളൊന്നും നടക്കുന്നത് ആര്യനാണ്. ആര്യൻ എന്നിട്ട് മസ്താനി പറയുന്നത് ആര്യൻ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത, ഒരു ഫ്ലേവറും ഒന്നും കൊടുക്കാത്ത വെറും ഒരു കുപ്പിപ്പാലാണ് എന്നും പറയുന്നുണ്ട്. സോ ഇതാണ് ആര്യനെ പറ്റി പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് രേണു സുദീപ്. ഈ ഷോയെ കൊണ്ട് ഒരു ഗുണവും ഇല്ലാതെ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് രേണു സുദീപ്. അപ്പോഴാണ് പറയുന്നത് 72 ക്യാമറയിൽ പെടാതെയാണ്, ഒരു കഴിവില്ലാതെയാണ് ഈ ചേച്ചി നടക്കുന്നത് എന്നും പറയുന്നുണ്ട്. അതും ബ്രില്യന്റ് സെലക്ഷൻ ആയിരുന്നു. മൂന്നാമത് വന്ന പ്രവീണാണ്. ഭയങ്കര ജാടായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഈ നെഗറ്റീവ് ഗ്യാങ്ങിന്റെ കൂടെ, അതായത് നമ്മുടെ അക്ബർ, പാരി ശരത്ത്, നവീൻ എന്നൊക്കെ നമ്മുടെ ജിസയില് ഈ നെഗറ്റീവ് ഗ്യാങ്ങിന്റെ കൂടെ പോകുന്ന ആളാണെന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായത്. കാരണം ഫസ്റ്റ് തന്നെ ഗ്രൂപ്പ് ഗ്യാങ് ആയിട്ട് സെലക്ട് ചെയ്തേക്കുന്ന മെമ്പറായിട്ട് ഷാനവാസ്, അതായത് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞതായിട്ട് നടക്കുന്നത് ഒടിയില്. അതോടൊപ്പം തന്നെ ബോറിംഗ്, ഒരു ഗുണവും ഇല്ലാത്തത്, ഈ ഷോയ്ക്ക് കൊണ്ട് ഒരു ഗുണവും ഇല്ലാതെ ബോറിംഗ് ആയിട്ട് നടക്കുന്നത് അനീഷാണെന്ന്. ഓക്കെ, അതാണ് ഇത്രയും ദിവസം ഷോ കണ്ടിട്ട് വന്നിട്ടുള്ള ഒരാളാണ് പറഞ്ഞത്. സോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രവീണിനെ പറ്റിയുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫയർ പാക്ട് ജിഷിനാണ് വന്നത്. ജിഷിൻ ആക്ച്വലി ട്രബിൾ ആണ്. കാരണം ഈ ഓൾറെഡി പറഞ്ഞ പേരുകൾ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ജിഷിൻ ആദ്യമേ പറയുന്നത് ഈ ഗ്യാങ് ഫോം ചെയ്ത് നടക്കുന്നത് അഭിലാഷാണെന്നും, അതായത് ഗ്യാങ്ങിലുണ്ട് താനും എന്നിട്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് ചെയ്യാതെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ജിസയിലാണെന്നും, രന ഫാത്തിമയാണ് ഈ ഷോ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്തത്. എന്നിട്ട് രന ഫാത്തിമയെ പറ്റിയിട്ട് ഒരു ഡയലോഗ് പറയേ. രന ഫാത്തിമയെ പറ്റി പറയുന്നത്, രന വന്ന് ഒരുപാട് ചീവിടി കണക്കാണ് സംസാരിക്കുന്നത്. ഞാൻ TV ഓൺ ചെയ്ത് രന ഫാത്തിമ സംസാരിക്കണമെങ്കിൽ അപ്പോഴേ മ്യൂട്ട് ചെയ്ത് കളയും. അത്രയ്ക്ക് ഇറിറ്റേറ്റിംഗ് ആണ് രന ഫാത്തിമ എന്നും നമ്മുടെ ജിഷിൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് നമ്മുടെ സാബുമാനാണ്. സാബുമാൻ വന്നിട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് നൂറയാണെന്നും, ഇവർക്ക് ഇതിനെല്ലാത്തിനുള്ള പിന്തുണ കൊടുത്ത് എന്നാ ഗ്രൂപ്പിലല്ല എന്നുള്ള വിചാരിച്ച് നടക്കുന്നത് അനുമോളാണെന്നും, അതോടൊപ്പം തന്നെ ബോറിംഗ് ആയിട്ട് നടക്കുന്നത് ആദിലയാണെന്നും ആണ് നമ്മുടെ സാബുമാൻ പറഞ്ഞേക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നെവിനോട് ഇവരെല്ലാം സ്വാഗതം പറയാനും നെവിൻ ഒരു ടാസ്ക് കൊടുത്തു. ഇതിലൊന്നും പെടാതെ വന്നത് നെവിനായിരുന്നു. സോ നെവിൻ ഒരു ടാസ്ക് കൊടുത്തു, ഇവരെ സ്വാഗതം ചെയ്യും വേണം, ഇവര് ആരെയായിരിക്കും, ഇവരെ അറ്റാക്ക് ചെയ്യാൻ പോണത് ആരായിരിക്കും എന്നുള്ളത് ഇവർക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നും പറഞ്ഞ ഒരു ടാസ്ക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ ഫുൾ അടി നടക്കുന്നുണ്ട്. നൂറ് ഇതിനിടയിൽ നെവിനെ പറയുന്നു, അത് ഏറ്റുപിടിച്ച് രന ഫാത്തിമ വരുന്നു. രന ഫാത്തിമയും പാൽക്കുപ്പി എന്തൊരു കോംപ്ലാൻ പോയി, ഞാൻ മറന്നു കേട്ടോ പേര്. ജിസയിൽ മമ്മീനെ അടുത്ത് പോകൂ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിപ്പോ നടന്നുകൊണ്ടിരിക്കും കേട്ടോ സംഭവം. അതാണ് ഇപ്പൊ നിലവിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വേദലക്ഷ്മി, അതോടൊപ്പം തന്നെ ജിഷിൻ, പിന്നെ നമ്മുടെ മസ്താനി, ഇവര് 3 പേരെയും നോക്കി വെച്ചോളൂ. ഇവരെ കുറച്ച് കത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. ബാക്കിയുള്ളവർ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയതിനു ശേഷം കമന്റ് ചെയ്യാം. എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ചെയ്യാം. ബൈ.